ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ കൈ കഴുകുവാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാര്യമായിട്ട് ഒന്നും പറയാൻ പോയില്ല, ആരടുത്തും പറയാൻ പോയില്ല. ഞാൻ മാധ്യമങ്ങളോട് ചിലരോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഉച്ചപ്പാടോ ബഹളം ഉണ്ടാക്കിയില്ല. കാരണം നമുക്ക് സാഹചര്യം അറിയില്ല. ഒരു ഡോക്ടർ കുറെ സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് കണ്ടു. ഇന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനിക്കുവാൻ ഉദ്യോഗസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ഉദ്യോഗസ്ഥർ, അതല്ല ഇത് എല്ലാ ഉദ്യോഗസ്ഥരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ സർക്കാരും കരുതണ്ട. സർക്കാർ അന്വേഷിക്കുവാൻ, മന്ത്രിക്ക് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടിയില്ലേ? ഞെട്ടിക്കുന്ന ഒരു വീഴ്ചയാണ് നമുക്കൊക്കെ അനുഭവവേദ്യമായത്. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അപകടം നടക്കുമ്പോഴെങ്കിലും, അപകടം നടന്നാലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. പക്ഷെ അപകടം നടന്നതിന് ശേഷവും അങ്ങനെ ഒരു അപകടം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ചെറിയൊരു കാര്യമാണെന്ന് വരുത്തി തീർക്കുകയും അതുവഴി ഈ രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തു എന്നുള്ളത് വളരെ വളരെ ഷോക്കിംഗ് ആണ്. എന്താണ് താങ്കൾക്ക് അവിടെ അനുഭവപ്പെട്ടത്? ആദ്യം അവിടെ ചെല്ലുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇത് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള സാഹചര്യം. താങ്കൾ പറഞ്ഞ് തീർത്തും ശരിയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരാളും അനങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം ഫയർഫോഴ്സുകാർ അവിടെ നിൽക്കുന്നു, പോലീസുകാരവിടെ നിൽക്കുന്നു. ഇവർക്ക് അറിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അവിടെ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരറിവുണ്ട്. കൈകൊണ്ടെങ്കിലും, എനിക്ക് സത്യം പറയാൻ കുറ്റബോധം ഇന്ന് തോന്നുക, കൈകൊണ്ടെങ്കിലും അവിടുന്ന് അതൊന്ന് എടുത്തു മാറ്റുവാനൊരു ശ്രമം നടത്തണമെന്നൊരു കുറ്റബോധം. പിന്നെയും ഒരു മണിക്കൂറോളം താമസിച്ച്, 2.5 മണിക്കൂർ താമസിച്ചിട്ട്, 2.5 മണിക്കൂർ താമസിച്ചിട്ടാണ് JCB വരുന്നത്. എന്നിട്ട് അവിടെ ഈ ബോഡി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഏറ്റവും മനസാക്ഷിയെ പിടിച്ചു കുലുക്കും. മനസാക്ഷിയുള്ളവർക്ക് ആർക്കും പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിലും വളരെ സംവേദനത്തോടു കൂടിയാണ് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ കൈ കഴുകുവാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാര്യമായിട്ട് ഒന്നും പറയാൻ പോയില്ല, ആരടുത്തും പറയാൻ പോയില്ല. ഞാൻ മാധ്യമങ്ങളോട് ചിലരോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഉച്ചപ്പാടോ ബഹളം ഉണ്ടാക്കിയില്ല. കാരണം നമുക്ക് സാഹചര്യം അറിയില്ല. എന്താണ് പുറത്തോട്ടെങ്കിലും പോയതാണോ, ഫോൺ മറന്നു വെച്ചതാണോ, ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞില്ല. ഞാൻ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. അപ്പോഴും ഇവർ ആക്ട് ചെയ്തിട്ടില്ല. ഇത് ഏറ്റവും ക്രൂരമായിട്ടുള്ള, സത്യം പറഞ്ഞാൽ മനസ്സ് എന്താ പറയുക, കല്ലായവർക്ക് മാത്രമേ ഇതിൽ പ്രതികരിക്കാതിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഒരു ആവശ്യം ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ആവശ്യം പറയാൻ വന്നപ്പോൾ അത് എന്നെ തള്ളിമാറ്റി, അവിടെയുള്ളവരെ തള്ളിമാറ്റി. ഇന്ന് സർക്കാരിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കുന്ന പോലീസ് നയം കൂടി ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഞങ്ങൾക്കൊരു അക്രമവും വേണ്ട, ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷേ ഇന്നിപ്പം ഞാനിപ്പം സംസാരിക്കാനിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ എന്തോ കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ് പുതുപ്പള്ളി പള്ളി പോലീസ് കയറിയെന്ന് പറഞ്ഞാൽ ഇത് വളരെ എന്താ പറയുക, ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്, സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങളെ പിടിച്ചു കുലുക്കുന്നൊരു കാര്യമാണ്. അത് അന്വേഷിക്കാം. ഇവിടെ ചാണ്ടിയുമ്പൻ, ഞാൻ ആ വിഷ്വൽ ആദ്യം മുതലേ കണ്ടു. കുറേ നേരം അവിടെ ആളുകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ലാതെ ഈ തകർന്നു കിടക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അവിടെ ഒന്ന് പൊക്കി നോക്കുകയോ അല്ലെങ്കിൽ മണ്ണിളക്കി നോക്കുകയോ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തൊപ്പിയൊക്കെ വെച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒരു തരത്തിലും ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മന്ത്രി പറഞ്ഞത് ഈ വാഹനം, അതായത് ഈ ബുൾഡോസറും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. മനുഷ്യർക്ക് മാനുവലായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും ഉണ്ടല്ലോ. എന്തുകൊണ്ട് മന്ത്രി അടക്കമുള്ള ആളുകളെ ഈ ആശുപത്രി അധികൃതർ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കുമോ? അതായത് ഒരാളും ഇവിടെ ഇല്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് 100% വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിയന്തരമായി നടപടി ഉണ്ടാവണം. അടിയന്തരമായി ഒരാളെ പോലും ആ സ്ഥാനത്ത് വെച്ചേക്കരുത്. ആ സ്ഥാനത്തിരിക്കുവാൻ ആ വ്യക്തി യോഗ്യനല്ല. അതുകൊണ്ട് അടിയന്തരമായി ആ ഓഫീസർമാരെ അടിയന്തരമായി ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ മാറ്റണം. എന്താണ് പിന്നെ സർക്കാർ എന്തിനാ ഇവിടെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, വിദേശ രാജ്യത്താണ് ഇങ്ങനൊരു ജീവൻ പൊലിയുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറോ ആ ഒരു നേതാവോ അവിടെ ഇരിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ സർക്കാർ എന്തായാലും നടപടി എടുത്തേ മതിയാകത്തുള്ളൂ. ഇവിടെ ജനങ്ങളുടെ ജീവനാണ് പ്രശ്നം. അതിനുശേഷം വാർഡ് 12 ഞാൻ പോയി. അവിടെ ഞങ്ങൾ UDF സംഘത്തിനോടൊപ്പം പോയി. ഇവിടെ കണ്ടത് എല്ലാം തകർന്നു കിടക്കുന്ന സാധനങ്ങൾ. അവിടെ എങ്ങനെ സാധാരണക്കാരൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും? നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലുണ്ട്. പക്ഷേ ആരോഗ്യ മേഖലയിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുമുണ്ട്. അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാമെന്ന് സർക്കാർ വിചാരിച്ചാൽ നടക്കില്ല. ഒരു ഡോക്ടർ കുറെ സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് കണ്ടു. ഇന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനിക്കുവാൻ ഉദ്യോഗസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ഉദ്യോഗസ്ഥർ, അതല്ല ഇത് എല്ലാ ഉദ്യോഗസ്ഥരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ സർക്കാരും കരുതണ്ട. സർക്കാർ അന്വേഷിക്കുവാൻ, മന്ത്രിക്ക് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടിയില്ലേ?
360 ബെഡുകൾ ഉണ്ടായിരുന്നു ഈ ബ്ലോക്കിൽ എന്നാണ് മന്ത്രി VN വാസവൻ തന്നെ പറഞ്ഞത്. ഈ കെട്ടിടം അങ്ങേയറ്റം അപകടാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ അവിടുത്തെ സൂപ്രണ്ട് മുതൽ താഴേക്കുള്ള ആളുകൾക്ക് അറിയാമല്ലോ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണ്, രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉപയോഗിക്കാൻ ഇടയുള്ളതാണ് എന്ന് മാത്രമല്ല തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകൾ അവരുടെ അനുഭവം പറയുകയും ചെയ്തിട്ടുണ്ട് അതിനോടകം തന്നെ. എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു പരിശോധന നടക്കാതിരുന്നതെന്നാണ് താങ്കൾ നേരിട്ട് അവിടെ പോയപ്പോൾ മനസ്സിലായത്? എന്തായാലും ആദ്യം ഒരു ശ്രമം നടന്നത് അവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയാനാണ്. എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ വാർഡുകളിൽ രോഗികളുടെ സാധനം ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ കുളിമുറിയിൽ ലൈറ്റ് കിടക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ ആൾക്കാരുണ്ട് എന്ന് തോന്നലുണ്ടാവുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിക്കേറ്റ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പ് ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ വീഴുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ 3 റൂമിലായി ഈ വാർഡുകളിൽ താമസിച്ചിരിക്കുന്ന രോഗികളെ കണ്ടു. ആ 3 റൂമിലും ആൾക്കാർക്ക് ഡിസ്ചാർജ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഡിസ്ചാർജ് കൊടുത്തും അവിടെ ആളില്ലായ്മ വരുത്തി ആരെയാണ് സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരു അമ്മയുടെ മരണം, ആ മരണം വേദനിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ അവർക്ക് നീതി കൊടുക്കണം. നീതി കൊടുക്കണമെങ്കിൽ അവർക്ക് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് നിറവേറ്റിയേ മതിയാകത്തുള്ളൂ. ഇപ്പോഴും പ്രതിഷേധത്തിലാണല്ലോ ഷിച്ചാണ്ടി ഉമ്മൻ. നേരത്തെ ആംബുലൻസ് പോകുമ്പോൾ താങ്കൾ ശക്തമായി പ്രതിഷേധിക്കുന്നത് കണ്ടു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇപ്പോൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? അല്ല, ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ആംബുലൻസ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയണം. ആ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. ഇവിടുത്തെ CI അടക്കം ഒരു ഗുണ്ടയുടെ കൂട്ടാണ് പെരുമാറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തടയാനല്ല, ഒരു കാര്യം പറയാനാണ്. അപ്പോൾ CPM എന്ത് ആഗ്രഹിക്കുന്നു അതുപോലെ പ്രവർത്തിക്കുന്നത് പോലീസാണ്. ആ CPM പറയുന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളെ അവിടെ വളരെ ഒരു സീനുണ്ടാക്കി. ഞങ്ങൾ സീൻ ഉദ്ദേശിച്ചില്ല. സീനുണ്ടാക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളുടെ കൂടെയുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയെ ജയിലിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരിക്കുക. അദ്ദേഹത്തെ വിടാതെ ഞങ്ങൾ പുറത്തു പോകുന്നത് എന്താ തെറ്റിയത്? ഈ കുടുംബത്തിന് വേണ്ടി വാദിച്ചതോ, ഈ അമ്മയ്ക്ക് വേണ്ടി വാദിച്ചതാണോ, അവർക്ക് നീതി കൊടുക്കണമെന്ന് പറഞ്ഞതാണോ? ഞങ്ങൾ ഇതിന്ന് പുറകോട്ട് പോകാൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം മുണ്ടക്കൈയും ചൂരൽമലയുമാണ്. അവിടെയുള്ളവർക്ക് ഇതുവരെ ന്യായം കൊടുത്തിട്ടില്ല. ഇന്ന് ഈ ഗവൺമെന്റ് ന്യായം കൊടുക്കാതെ ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല. അല്ല, ഇപ്പൊ ചാണ്ടി ഇപ്പോഴും പുറത്തിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷന്റെ വെളിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന്, അല്ലേ? ഈ രാത്രി മുഴുവൻ ഞാൻ പോലീസ് സ്റ്റേഷനിലിരിക്കുക. രാത്രി മുഴുവൻ സമരം. അല്ല, എന്തായാലും ആ സഹപ്രവർത്തകനെ വിടാതെ ഞങ്ങൾ പോകത്തില്ല. എന്ത് വന്നാലും ശരി, സഹപ്രവർത്തകനെ വിടാതെ ഞങ്ങൾ പോകത്തില്ല. ഇവിടെ ഇന്നുണ്ടെങ്കിലും നാളെ ഇരുന്നാലും എന്തായാലും ശരി, ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല. തുടർ സമരം ഉണ്ടാവും. ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചായാലും ജീവനക്കാരെ സംബന്ധിച്ചായാലും ആരാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്ര വലിയ നിൽക്കുന്നുണ്ടല്ലോ? ഇത് ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യമല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ്. കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇനി കേരള സമൂഹത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. ആ ഒരു ഡോക്ടർ പ്രതിഷേധിച്ചപ്പോൾ ആ ഡോക്ടറിനെ നിങ്ങൾ കണ്ടു, എല്ലാവരും ചേർന്ന് ബലിയാടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബലിയാടിയാക്കാൻ ഒരാളെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ സമരം ഈ ആളെ വിടുന്നവരെ ഞങ്ങൾ ഇവിടെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയാണ്.